നമസ്കാരം. തണൽ ഡെക്കാൻ ന്യൂസിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. തെലങ്കാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് അവരേഷ് കുമാർ സിംഗ് ജൂലൈ 19 രാജ്ഭവനിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഹൈദരാബാദിലെ ഒരു പ്രമുഖ മലയാളി കൂട്ടായ്മയായ തണൽ മലയാളി സേവാ സമിതിയുടെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടി മൽക്കജിഗിരി തിരുമല ഗാർഡൻ ഫംഗ്ഷൻ ഹാളിൽ വെച്ച് ആഗസ്റ്റ് 10 നടത്തപ്പെടുന്നു. ശ്രീനാരായണ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ സൊസൈറ്റിയുടെ ശ്രീനാരായണ ഗുരു ജയന്തി ഓണാഘോഷം സെപ്റ്റംബർ 7 കാനാജിഗുഡ സ്കൂൾ അങ്കണത്തിൽ വെച്ചും മലനാട് ഫൈനാൻസ് ക്ലബിൻ്റെ ഓണാഘോഷം സെപ്റ്റംബർ 14 കാപ്രയിലെ യരാലളിത ഗാർഡൻസിൽ വെച്ചും രാവിലെ 10 മണി മുതൽ നടത്തപ്പെടുന്നു. ക്ലാസ് മുറികളിലെ പിൻബെഞ്ചിരിപ്പിട ഒഴിവാക്കി യു ഷേപ്പിൽ ക്രമീകരിക്കാൻ സ്കൂളുകൾക്ക് ഹൈദരാബാദ് ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന മലയാള സിനിമയിൽ നിന്നുള്ള ആശയം ഇതിന് പ്രചോദനമായി. ലക്ഷങ്ങൾ കൊടുക്കുകയാണ് കരുതൽ വേണമേ എന്ന യാതനയായിരിക്കുമല്ലോ അതിൻ്റെ കൂടെയുള്ളത്. പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ കേരള മുഖ്യമന്ത്രിയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്ന സഖാവ് VS അച്യുതാനന്ദൻ്റെ നിര്യാണത്തിൽ ഇരട്ട നഗരത്തിലെ വിവിധ മലയാളി സംഘടനകൾ അനുശോചിച്ചു. കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന ഹൈദരാബാദിലെ നവീന സാംസ്കാരിക കലാകേന്ദ്രം പ്രശസ്ത കവിയും അനേകം ചലച്ചിത്ര നാടക ഗാനങ്ങളുടെ രചയിതാവുമായ വയലാർ രാമവർമ്മയെ അനുസ്മരിക്കുന്നു. മലയാളി ഗായകർക്കായി ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ദേശീയ മലയാള സംഗീത മത്സര പരിപാടി എയ്മ വോയിസ് 2025 ഓഗസ്റ്റിൽ തുടക്കം. കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം നടത്തിയ ഈ വർഷത്തെ സ്വച്ഛ സർവേഷൻ പ്രകാരം 10 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള ഇന്ത്യയിലെ 40 നഗരങ്ങളിൽ ഹൈദരാബാദ് ഏറ്റവും വൃത്തിയുള്ള 6ാമത്തെ നഗരമായി റാങ്ക് നേടി. തെലങ്കാന മുഖ്യമന്ത്രി ശ്രീ രേവന്ത് റെഡ്ഡിയെ അദ്ദേഹത്തിൻ്റെ വസതിയിൽ പോയി കണ്ട് പ്രമുഖ നടൻ ദുൽഖർ സൽമാൻ. ശാസ്ത്രം തോറ്റു, ചക്കപ്പഴം ജയിച്ചു. ചക്കപ്പഴം കഴിച്ച് ജോലിക്കെത്തിയ KSRTC ജീവനക്കാരന് ബ്രത്ത് അനലൈസർ പരിശോധനയിൽ 8ന്റെ പണി. വാർത്തകൾ വിശദമായി. തെലങ്കാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി ജസ്റ്റിസ് അവരേഷ് കുമാർ സിംഗ് ജൂലൈ 19 രാജ്ഭവനിൽ സത്യപ്രതിജ്ഞ ചെയ്ത് അധികാരമേറ്റു. ഉച്ചയ്ക്ക് 12:30 രാജ്ഭവനിൽ നടന്ന പ്രത്യേക ചടങ്ങിൽ ഗവർണർ ജിഷ്ണുദേവ് വർമ്മ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ത്രിപുര ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി സേവനമനുഷ്ഠിച്ച ജസ്റ്റിസ് സിംഗ് സുപ്രീം കോടതി കൊളീജിയത്തിന്റെ ശുപാർശയെ തുടർന്നാണ് തെലങ്കാന ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി സ്ഥാനക്കയറ്റം നേടിയത്. കൊൽക്കത്ത ഹൈക്കോടതിയിലേക്ക് സ്ഥലം മാറ്റിയ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് സുജോയ് പോളിന്റെ പിൻഗാമിയായി ജസ്റ്റിസ് അവരേഷ് കുമാർ ഇനി തുടരും. 2022 ജാർഖണ്ഡ് ഹൈക്കോടതിയുടെ ആക്ടിംഗ് ചീഫ് ജസ്റ്റിസായി നിയമിതനായ സിംഗ് 2023 ഏപ്രിൽ 17 ത്രിപുര ഹൈക്കോടതി ചീഫ് ജസ്റ്റിസായി സ്ഥാനമേറ്റത്. ഹൈദരാബാദിലെ ഒരു പ്രമുഖ മലയാളി കൂട്ടായ്മയായ തണൽ മലയാളി സേവാ സമിതിയുടെ ഈ വർഷത്തെ ഓണാഘോഷ പരിപാടി മൽക്കജിഗിരി തിരുമല ഗാർഡൻ ഫംഗ്ഷൻ ഹാളിൽ വെച്ച് ആഗസ്റ്റ് 10 നടത്തപ്പെടുന്നു. മൽക്കജിഗിരി തിരുമല ഗാർഡൻ ഫംഗ്ഷൻ ഹാളിൽ വെച്ച് രാവിലെ 10 മണിക്ക് തുടങ്ങുന്ന ഓണാഘോഷ പരിപാടിയിലെ മുഖ്യാതിഥി ബഹുമാനപ്പെട്ട ശ്രീമതി അനിത രാമചന്ദ്രൻ IAS വിശിഷ്ടാതിഥി ബഹുമാനപ്പെട്ട ശ്രീ കന്നാത്തു സുരേന്ദ്രനും ആയിരിക്കും. കലാഭവൻ രാകേഷിന്റെ രസികർ ടീം മ്യൂസിക്കൽ ബാൻഡ് ഒരുക്കുന്ന മ്യൂസിക്കൽ ഫ്യൂഷൻ മെഗാഷോയും ഗസ്റ്റ് ആർട്ടിസ്റ്റായി എത്തുന്ന പ്രശസ്ത സിനിമാ നടനും മിമിക്രി താരവുമായ പാഷാണം ഷാജിയുടെ സ്കിറ്റുകളും നാടൻ പാട്ടും കോമഡി ഷോയും ഉണ്ടായിരിക്കും. ചുക്കിലേക്ക് പോകണ വഴിയല്ലേ അത് നമ്മൾ ഇവിടെ നിന്നല്ല നേരെ അങ്ങോട്ട് പോയിട്ട് ഇടക്കിടക്കവൻ സ്റ്റെക്കായി പോകുന്നു പോയില്ലേ വഴി പറഞ്ഞതാ. അയ്യോ ഞാൻ അങ്ങോട്ട് നോക്കിയപ്പോ ഒരു പെണ്ണ് പോണു. അതുകൊണ്ട് എന്റെ മൈൻഡ് പോയി. അവിടെ നേരെ ചെല്ലുമ്പോ ഒരു വളവുണ്ട്. അവിടെ നേരെ ചെല്ലുമ്പോ ഒരു വലിയൊരു കലാപരിപാടികൾ ആസ്വദിക്കാനും ഓണസദ്യയിൽ പങ്കുചേരാനും ഏവരെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നതായി സെക്രട്ടറി ശ്രീ പ്രദീപ് പൊന്നൻ അറിയിച്ചു. ശ്രീനാരായണ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ സൊസൈറ്റിയുടെ ശ്രീനാരായണ ഗുരു ജയന്തി ഓണാഘോഷം സെപ്റ്റംബർ 7 കാനാജിഗുഡ സ്കൂൾ അങ്കണത്തിൽ വെച്ചും
മലനാട് ഫൈനാൻസ് ക്ലബിൻ്റെ ഓണാഘോഷം സെപ്റ്റംബർ 14 കാപ്രയിലെ യരാലളിത ഗാർഡൻസിൽ വെച്ചും രാവിലെ 10 മണി മുതൽ നടത്തപ്പെടുന്നു. ശ്രീനാരായണ എഡ്യൂക്കേഷണൽ ആൻഡ് കൾച്ചറൽ സൊസൈറ്റിയുടെ ശ്രീനാരായണ ഗുരുജയന്തി ഓണാഘോഷം സെപ്റ്റംബർ 7 കാനാജിഗുഡ സ്കൂൾ അങ്കണത്തിൽ വെച്ച് രാവിലെ 10 മണി മുതൽ നടത്തപ്പെടുന്നു. മീഡിയ വൺ 14ാം രാവ് ഫൈനലിസ്റ്റ് ശ്രീ നികേഷ് മില്ലേനിയവും പ്രമുഖ ചാനൽ താരങ്ങളും കോമഡി ആർട്ടിസ്റ്റുകളും പങ്കെടുക്കുന്ന കോഴിക്കോട് റെഡ് ഐഡിയാസിന്റെ മ്യൂസിക്കൽ കോമഡി ഷോയും ഓണസദ്യയും ഉണ്ടായിരിക്കുന്നതാണ്. പരിപാടികൾ ആസ്വദിക്കുന്നതിനും ഓണസദ്യയിൽ പങ്കുചേരുന്നതിനും ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി സെക്രട്ടറി ശ്രീ വിജയൻ സുകുമാരൻ അറിയിച്ചു. ECIL കമലാനഗർ മലനാട് ഫൈനാൻസ് ക്ലബിന്റെ ഓണാഘോഷം സെപ്റ്റംബർ 14 രാവിലെ 10 മണി മുതൽ കാപ്രയിലെ യരാലളിത ഗാർഡൻസിൽ വെച്ച് നടത്തുന്നു. പ്രശസ്ത പിന്നണി ഗായിക വൈക്കം വിജയലക്ഷ്മിയും സംഘവും അവതരിപ്പിക്കുന്ന ഗാനമേളയും പ്രശസ്ത TV ചലച്ചിത്ര കലാകാരന്മാർ അവതരിപ്പിക്കുന്ന കോമഡി സ്കിറ്റ്, മാജിക് ഡാൻസ്, ഡോൾ ഡാൻസ്, ചാക്യാർ കോമഡി എന്നിവയും ഉണ്ടായിരിക്കുന്നതാണ്. പരിപാടികൾ ആസ്വദിക്കുന്നതിനും വിഭവസമൃദ്ധമായ ഓണസദ്യയിൽ പങ്കുചേരുന്നതിനും ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി സെക്രട്ടറി ശ്രീ ശ്രീനാരായണൻ അറിയിച്ചു. ക്ലാസ് മുറികളിലെ പിൻബെഞ്ചിരിപ്പിട ഒഴിവാക്കി യു ഷേപ്പിൽ ക്രമീകരിക്കാൻ സ്കൂളുകൾക്ക് ഹൈദരാബാദ് ജില്ലാ കളക്ടറുടെ നിർദ്ദേശം. സ്ഥാനാർത്ഥി ശ്രീകുട്ടൻ എന്ന മലയാള സിനിമയിൽ നിന്നുള്ള ആശയം ഇതിന് പ്രചോദനമായി. പിൻബെഞ്ചുകൾ പലപ്പോഴും വിദ്യാർത്ഥികളെ അധ്യാപകരിൽ നിന്ന് അകറ്റുന്നു. എല്ലാ കുട്ടികളും പഠനത്തിൽ തുല്യമായി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ ക്ലാസ് മുറികളിലെ പിൻബെഞ്ചിരിപ്പിടങ്ങൾ ഒഴിവാക്കി യു ഷേപ്പിൽ ക്രമീകരിക്കാൻ ജില്ലാ കളക്ടർ ഹരിചന്ദന ദാസരി നിർദ്ദേശിച്ചു. അടിസ്ഥാന സൗകര്യങ്ങൾ, കായിക പരിശീലനം, ഡിജിറ്റൽ വിദ്യാഭ്യാസം, ഹോസ്റ്റൽ സൗകര്യങ്ങൾ എന്നിവയുമായി ബന്ധപ്പെട്ട അവലോകനത്തിന്റെ ഭാഗമായി ബോയൻപള്ളിയിലുള്ള ട്രൈബൽ വെൽഫെയർ വാട്ടർ സ്പോർട്സ് അക്കാദമിയും ട്രൈബൽ വെൽഫെയർ ആശ്രമം ബോയ്സ് സ്കൂളും സന്ദർശിക്കവെയായിരുന്നു കളക്ടറുടെ നിർദ്ദേശം. പ്രമുഖ കമ്മ്യൂണിസ്റ്റ് നേതാവും മുൻ കേരള മുഖ്യമന്ത്രിയും ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പോരാളിയുമായിരുന്ന സഖാവ് VS അച്യുതാനന്ദന്റെ നിര്യാണത്തിൽ ഇരട്ട നഗരത്തിലെ വിവിധ മലയാളി സംഘടനകൾ അനുശോചിച്ചു. ഹൈദരാബാദിലെ ഇടതുപക്ഷ കൂട്ടായ്മ സഖാവ് VS അച്യുതാനന്ദന്റെ അനുസ്മരണം 22/7/2025 വൈകുന്നേരം 8 മണിക്ക് കമലാനഗർ CPM പാർട്ടി ഓഫീസിൽ വെച്ച് നടത്തി. മീറ്റിംഗിൽ പങ്കെടുത്ത എല്ലാവരും അദ്ദേഹവുമായുള്ള ബന്ധത്തെക്കുറിച്ച് അനുസ്മരിച്ച് സംസാരിച്ചു. ജൂലൈ 27 വൈകിട്ട് 5 മണിക്ക് മെട്ടുകുട കൈരളി സമാജത്തിൽ വെച്ച് സംഘടിപ്പിച്ച അനുസ്മരണ യോഗത്തിൽ CTRMA, കൈരളി സമാജം, തണൽ, സംഗമം, ഒരുമ, അരുണോദയ തുടങ്ങിയ വിവിധ സംഘടനാ ഭാരവാഹികളും പ്രതിനിധികളും VSനെ കുറിച്ചുള്ള അനുഭവങ്ങളും ഓർമ്മകളും പങ്കുവച്ചു. കനലെരിയും സമരപഥങ്ങൾ കയറി ഒരാളിന്നു വരുന്നേ, കരുതലിനൊരു കാവലു പോലെ എരിയും സൂര്യൻ. ഒരു നൂറ്റാണ്ട് നീണ്ട ജീവിതം, അതിൽ 8 പതിറ്റാണ്ട് പിന്നിട്ട പൊതുപ്രവർത്തനം, അതിലേറെയും പോരാട്ടം, മനുഷ്യാവകാശം, പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ ജീവിതത്തെ ബാധിക്കുന്ന നിരവധി പ്രശ്നങ്ങളിൽ നീതിക്ക് വേണ്ടി VS പോരാടി. മതികെട്ടാനിലെ ഭൂമി കയ്യേറ്റം, പ്ലാച്ചിമടയിലെ കുടിവെള്ള പ്രശ്നം, മറയൂരിലെ ചന്ദനക്കൊള്ള തുടങ്ങിയ ജനകീയ വിഷയങ്ങളിൽ VS നയിച്ച സമരങ്ങൾ ഉദാഹരണം. അഴിമതി, നീതി നിഷേധം, കുത്തകവൽക്കരണം, വർഗീയത, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾ എന്നിവയെ ചെറുക്കാനും പാവങ്ങളെ ചേർത്തുപിടിക്കാനും VSന് കഴിഞ്ഞു. 1923 ഒക്ടോബർ 20 ആലപ്പുഴ ജില്ലയിലെ പുന്നപ്രയിലായിരുന്നു VSന്റെ ജനനം. ദീർഘകാലം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റിയിലും പോളിറ്റ് ബ്യൂറോയിലും സംസ്ഥാന സെക്രട്ടേറിയറ്റിലും അംഗമായിരുന്നു. പ്രതിപക്ഷ നേതാവ്, 2006-2011 കാലത്തെ കേരള മുഖ്യമന്ത്രി എന്നീ നിലകളിൽ കേരള രാഷ്ട്രീയത്തിലെ ഏറ്റവും ജനസമ്മതിയുള്ള നേതാവായി നിറഞ്ഞു നിന്നു. ഭരണപരിഷ്കാര കമ്മീഷൻ ചെയർമാൻ പദവിയിലിരിക്കെ
2020 സജീവ രാഷ്ട്രീയം വിട്ട ഈ വിപ്ലവ സൂര്യൻ വിശ്രമ ജീവിതത്തിൽ ഇരിക്കെയാണ് വാർദ്ധക്യ സഹജമായ അസുഖത്തെ തുടർന്ന് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ടതും ജൂലൈ 21 അന്തരിച്ചതും. കലാ സാംസ്കാരിക രംഗത്ത് പ്രവർത്തിച്ചു വരുന്ന ഹൈദരാബാദിലെ നവീന സാംസ്കാരിക കലാകേന്ദ്രം പ്രശസ്ത കവിയും അനേകം ചലച്ചിത്ര നാടക ഗാനങ്ങളുടെ രചയിതാവുമായ വയലാർ രാമവർമ്മയെ അനുസ്മരിക്കുന്നു. വെളുത്ത വാവിനേക്കാൾ വെളുത്ത നിറം, വിടർന്ന പൂവിനേക്കാൾ വിടർന്ന മുഖം, വിളഞ്ഞൂർ കാവിലെ കിളിമകളേക്കാൾ കിലുങ്ങുന്ന മധുരസ്വരം, അവൾക്ക് കിലുങ്ങുന്ന മധുരസ്വരം. ഫിറോസ്കുഡയിലുള്ള NSKK ഹൈസ്കൂളിൽ വെച്ച് ആഗസ്റ്റ് 9 വൈകിട്ട് 5 മണിക്ക് നടത്തുന്ന വയലാർ അനുസ്മരണ യോഗത്തിൽ വയലാർ ശരചന്ദ്രവർമ്മ മുഖ്യാതിഥിയും ഡോക്ടർ സജിത് ഏവൂരത്ത് വിശിഷ്ടാതിഥിയും ആയിരിക്കും. അനുസ്മരണ യോഗത്തോടനുബന്ധിച്ച് പ്രശസ്ത ചലച്ചിത്ര പിന്നണി ഗായകൻ ശ്രീ ചെങ്ങന്നൂർ ശ്രീകുമാറും സംഘവും അവതരിപ്പിക്കുന്ന ഗാനസന്ധിയും ഉണ്ടായിരിക്കും. പരിപാടിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതായി ജനറൽ സെക്രട്ടറി ശ്രീ ബാബു ഉണ്ണുണ്ണി അറിയിച്ചു. മലയാളി ഗായകർക്കായി ഓൾ ഇന്ത്യ മലയാളി അസോസിയേഷൻ സംഘടിപ്പിക്കുന്ന ദേശീയ മലയാള സംഗീത മത്സര പരിപാടി എയ്മ വോയിസ് 2025 ഓഗസ്റ്റിൽ തുടക്കം. സെമി ക്ലാസിക്കൽ മെലഡി ഗാനങ്ങൾ അടങ്ങുന്ന റൗണ്ടുകളാണ് മത്സരത്തിൽ ഉണ്ടാകുക. സംസ്ഥാനതല മത്സരങ്ങൾ സെപ്റ്റംബർ 15 ഉള്ളിൽ നടക്കും. വിജയികളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള ഗ്രാൻഡ് ഫിനാലെ ഡിസംബറിൽ കൊച്ചിയിൽ നടക്കും. സംസ്ഥാനതല മത്സര വിജയികൾക്ക് സർട്ടിഫിക്കറ്റുകളും ട്രോഫികളും ലഭിക്കും. ഗ്രാൻഡ് ഫിനാലെ 1, 2, 3 വിജയികൾക്ക് യഥാക്രമം 50,000 രൂപയും 25,000 രൂപയും 15,000 രൂപയും വീതം ലഭിക്കും. ഒപ്പം ട്രോഫികളും സർട്ടിഫിക്കറ്റുകളും. 10 മുതൽ 15 വയസ്സുവരെയുള്ള ജൂനിയർ, 16 വയസ്സ് മുതൽ 25 വയസ്സുവരെയുള്ള സീനിയർ, 26 വയസ്സിന് മുകളിലുള്ള സൂപ്പർ സീനിയർ എന്നീ 3 വിഭാഗങ്ങളിലാണ് മത്സരങ്ങൾ. പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് ആഗസ്റ്റ് 15 മുൻപായി www.myeima.org.in എന്ന വെബ്സൈറ്റിൽ പേര് രജിസ്റ്റർ ചെയ്യാം. 500 രൂപയാണ് രജിസ്ട്രേഷൻ ഫീ. കൂടുതൽ വിവരങ്ങൾക്ക് 9884909366 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം നടത്തിയ ഈ വർഷത്തെ സ്വച്ഛ സർവേഷൻ പ്രകാരം 10 ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള ഇന്ത്യയിലെ 40 നഗരങ്ങളിൽ ഹൈദരാബാദ് ഏറ്റവും വൃത്തിയുള്ള 6ാമത്തെ നഗരമായി റാങ്ക് നേടി. ഏറ്റവും വൃത്തിയുള്ള 2 നഗരങ്ങൾ അഹമ്മദാബാദും ഭോപ്പാലുമാണ്. ഹൈദരാബാദ് മുനിസിപ്പൽ കോർപ്പറേഷൻ 6ാം റാങ്ക് നേടിയതിനു പുറമെ 7 സ്റ്റാർ നഗരമായി റേറ്റ് ചെയ്യപ്പെടുകയും മാലിന്യ സംസ്കരണം ഫലപ്രദമായി നടത്തുന്ന നഗരങ്ങൾക്ക് നൽകുന്ന അംഗീകാരമായ വാട്ടർ പ്ലസ് സർട്ടിഫിക്കേഷൻ നേടുകയും ചെയ്തു. ഒപ്പം സെക്കന്ദരാബാദ് കണ്ടോൺമെന്റ് ബോർഡിന് നല്ല ശുചിത്വ പരിപാലനത്തിനുള്ള അവാർഡും ലഭിച്ചു. ന്യൂഡൽഹിയിൽ നടന്ന ചടങ്ങിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു വിജയികൾക്ക് അവാർഡുകൾ വിതരണം ചെയ്തു. GHMCയുടെ പേരിൽ മെട്രോപൊളിറ്റൻ ഏരിയ ആൻഡ് അർബൻ ഡെവലപ്മെന്റ് സെക്രട്ടറി കെ ഇളംബരതിയും GHMC കമ്മീഷണർ RV കർണനും ചേർന്ന് ന്യൂഡൽഹിയിൽ വെച്ച് അവാർഡ് ഏറ്റുവാങ്ങി. തെലങ്കാന മുഖ്യമന്ത്രി ശ്രീ രേവന്ത് റെഡ്ഡിയെ അദ്ദേഹത്തിന്റെ വസതിയിൽ പോയി കണ്ട് പ്രമുഖ നടൻ ദുൽഖർ സൽമാൻ. ഇളം നീല നിറത്തിലുള്ള പോച്ചമ്പള്ളി ഇക്കാത്ത് ഷാളും പൂച്ചെണ്ടും നൽകിയാണ് ദുൽഖർ സൽമാനെ മുഖ്യമന്ത്രി സ്വീകരിച്ചത്. വിശിഷ്ട വ്യക്തികളെ അണിയിക്കാൻ സർക്കാർ ഉപയോഗിച്ചു വരുന്നത് പോച്ചമ്പള്ളി ഇക്കാത്ത് ഷാളുകളാണ്. ചലച്ചിത്ര നിർമ്മാതാക്കളായ സ്വപ്ന ദത്തും ചെറുകുരി സുധാകറും ദുൽഖറിനൊപ്പം ഉണ്ടായിരുന്നു. ഗദ്ദർ തെലങ്കാന സംസ്ഥാന ചലച്ചിത്ര അവാർഡ് പ്രഖ്യാപിച്ചപ്പോൾ തെലുങ്ക് ചലച്ചിത്രമായ ലക്കി ഭാസ്കറിലെ അഭിനയത്തിന് ദുൽഖർ സൽമാന് കഴിഞ്ഞ വർഷം മികച്ച നടനുള്ള പ്രത്യേക ജൂറി അവാർഡ് ലഭിച്ചിരുന്നു. എന്നാൽ വിദേശത്തായിരുന്ന ദുൽഖറിന് നേരിട്ടെത്തി അവാർഡ് സ്വീകരിക്കാൻ കഴിഞ്ഞിരുന്നില്ല. 2024 റിലീസ് ചെയ്ത തെലുങ്ക് ചിത്രങ്ങൾക്കായുള്ള പുരസ്കാരങ്ങളിൽ 4 ദുൽഖർ സൽമാൻ നായകനായ ലക്കി ഭാസ്കർ അന്ന് സ്വന്തമാക്കിയത്. മികച്ച എഡിറ്റർക്കുള്ള അവാർഡ് നവീൻ നൂലിയും മികച്ച തിരക്കഥാകൃത്തിനുള്ള അവാർഡ് ചിത്രത്തിന്റെ സംവിധായകൻ കൂടിയായ വെങ്കി അറ്റ്ലൂരിയും സ്വന്തമാക്കിയപ്പോൾ ലക്കി ഭാസ്കർ 3ാമത്തെ മികച്ച സിനിമയായും മാറി. ശാസ്ത്രം തോറ്റു, ചക്കപ്പഴം ജയിച്ചു. ചക്കപ്പഴം കഴിച്ച് ജോലിക്കെത്തിയ KSRTC ജീവനക്കാരന് ബ്രത്ത് അനലൈസർ പരിശോധനയിൽ 8ന്റെ പണി. പന്തളം KSRTC സ്റ്റാൻഡിലായിരുന്നു സംഭവം.
വീട്ടിൽ നല്ല തേൻ വരിക്കച്ചക്ക മുറിച്ചപ്പോൾ അതിൽ ഒരു പങ്ക് മറ്റ് ജീവനക്കാർക്ക് കൂടി കൊടുക്കാൻ രാവിലെ ഡ്യൂട്ടിക്കെത്തിയ കൊട്ടാരക്കര സ്വദേശിയായ ഡ്രൈവർ കൊണ്ടുവന്നതായിരുന്നു. ഡ്യൂട്ടി തുടങ്ങും മുമ്പ് ചക്കപ്പഴം കഴിച്ച ഡ്രൈവർമാരിൽ ഒരാൾ ഡിപ്പോയിലെ രാവിലത്തെ ഊതിക്കൽ പരിപാടിയിൽപ്പെട്ടു. ബ്രത്തലൈസർ 0-ൽ നിന്ന് കുതിച്ചുയർന്ന് 10-ലെത്തി. തുടർന്ന് ഡ്രൈവർക്കെതിരെ കേസെടുത്തു. താൻ ചക്കപ്പഴമല്ലാതെ മദ്യം കഴിച്ചിട്ടില്ലെന്ന് ഡ്രൈവർ ആവർത്തിച്ചു പറഞ്ഞപ്പോൾ ഊതിക്കാൻ നിയോഗിക്കപ്പെട്ടയാൾ സ്വയം ഊതി നോക്കിയപ്പോൾ 0. പിന്നീട് ചക്കപ്പഴം കഴിച്ചിട്ട് വീണ്ടും ഊതി നോക്കിയപ്പോൾ ബ്രത്തലൈസർ 0-ൽ നിന്ന് കുതിച്ചുയർന്ന് 10-ലെത്തി. ഒടുവിൽ വില്ലൻ ചക്കപ്പഴമെന്ന് അധികൃതർ ഉറപ്പിച്ചു. മധുരമുള്ള പഴങ്ങൾ പഴക്കം മൂലം പുളിച്ചാൽ അതിൽ മദ്യത്തിന്റെ അംശം കണ്ടെത്താൻ കഴിയും. പുളിക്കാൻ സഹായിക്കുന്ന ഫ്രക്ടോസ്, ഗ്ലൂക്കോസ് എന്നീ ഘടകങ്ങൾ ചക്കപ്പഴത്തിലുണ്ട്. തണൽ ഡെക്കാൻ വാർത്തകൾ ഇവിടെ അവസാനിക്കുന്നില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.